നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാത്രേറ്റ് എന്താണ് എന്നതുവരെയായിരുന്നു പറഞ്ഞു നിർത്തിയത്. ക്ലാത്രേറ്റ്സ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് സബ്സ്റ്റൻസുകൾ ചില കണ്ടീഷൻസിൽ അവർ എന്ത് ഫോം ചെയ്യും? ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യുന്ന സമയത്ത് അതിൽ ക്യാവിറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആ ക്യാവിറ്റീസിൽ നോബിൾ ഗ്യാസസിനെ ട്രാപ്പ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സുപ്രാമോളിക്കുലാർ കെമിസ്ട്രിയിൽ ഹോസ്റ്റ് ഗസ്റ്റുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ എൻസൈമിന്റെ മെക്കാനിസത്തിന്റെ കേസിലും നമ്മൾ ലോക്ക് ആൻഡ് കീ മെക്കാനിസം ഒക്കെ പഠിക്കില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു എൻസൈം എന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ട്രേറ്റിന്റെ സൈസ് എന്ന് പറയുന്നത്, ഷേപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താണ്ട് ചിലപ്പോൾ നല്ല ഈ ഒരു ക്യാവിറ്റിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സബ്സ്ട്രേറ്റ് ആയിരിക്കും അവിടെ വരുന്നത്. എന്നാൽ മാത്രമേ അവിടെ ആ ഒരു റിയാക്ഷൻ നടക്കുള്ളൂ അല്ലെ? അതുപോലെ തന്നെ സുപ്രാമോളിക്കുലാർ കെമിസ്ട്രിയിൽ നമ്മൾ കുറെ ഹോസ്റ്റുകളെ പഠിച്ചിട്ടുണ്ട്. ആ ഹോസ്റ്റിനകത്തൊക്കെ ക്യാവിറ്റീസ് ഉണ്ടെന്നും ആ ക്യാവിറ്റീസിലേക്ക് ഗസ്റ്റ് മോളിക്യൂൾസിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ചില ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് സബ്സ്റ്റൻസുകൾക്ക് എന്ത് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്? ക്യാവിറ്റീസ് ഉള്ള ക്രിസ്റ്റലുകൾ ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ആ ക്യാവിറ്റീസിൽ ആ ഒരു ക്യാവിറ്റിയുടെ സൈസിൽ ഫിറ്റ് ആവാൻ പറ്റുന്ന രീതിയിലുള്ള നോബിൾ ഗ്യാസസിനെ അവർക്ക് ട്രാപ്പ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ട്രാപ്പ് ചെയ്യപ്പെട്ട ആ ക്രിസ്റ്റൽ ലാറ്റിസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലാത്രേറ്റ്സ് എന്ന് വിളിക്കുന്നത്, ക്ലാത്രേറ്റ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ ക്ലാത്രേറ്റ് ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പൗണ്ടാണ് നമ്മുടെ ഈ ക്വിനോൾ എന്ന് പറയുന്നത്. ക്വിനോൾ എന്താണെന്ന് നമുക്കറിയാലോ, 1,4-ഡൈഹൈഡ്രോക്സി ബെൻസീൻ ആണ്. ഞാൻ അതിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുന്നതേ ഉള്ളൂ. 1,4-ഡൈഹൈഡ്രോക്സി ബെൻസീൻ ആണ് എന്തെന്ന് പറയുന്നത്, ക്വിനോൾ എന്ന് പറയുന്നത് അല്ലെ? അപ്പോൾ ഈ ഒരു ക്വിനോളിനെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അതായത് ക്ലാത്രേറ്റ് ഉണ്ടാക്കണം, നമുക്ക് ക്വിനോൾ ക്ലാത്രേറ്റിനെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഹെവിയർ നോബിൾ ഗ്യാസസ് ആയിട്ടുള്ള ആർഗൺ, ക്രിപ്റ്റൻ അല്ലെങ്കിൽ സെനോൺ ഇവരുടെ പ്രസൻസിൽ നമ്മളൊരു 10 to 40 atm പ്രഷർ ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും എന്താ സംഭവിക്കുകയെന്നറിയോ? ബീറ്റ ക്വിനോൾ ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. ഒന്നുമില്ല, ക്രിസ്റ്റൽസ് ഫോം ചെയ്യും, ക്വിനോളിന്റെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. അപ്പൊ ഈ ക്രിസ്റ്റൽസിന് എന്ത് പറ്റും എന്നറിയോ? ഇവിടെ ഈ ക്വിനോളിന്റെ കേസിലാണെങ്കിൽ 3 ക്വിനോൾ ചേർന്നിട്ടാണ് ഇവര് ഒരു ക്യാവിറ്റി ഫോം ചെയ്യാം. 3 ക്വിനോൾസ് ഇങ്ങനെ ഇരുന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുക? അതിന്റെ നടുക്കായിരിക്കും ഒരു ക്യാവിറ്റി ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്യാവിറ്റിയുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 4 ആംസ്ട്രോങ് ആണ്. അപ്പോൾ ഈ 4 ആംസ്ട്രോങ് ക്യാവിറ്റിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ ആർഗണും, ക്രിപ്റ്റണും, സെനോണും ഒക്കെ. അപ്പൊ ഇവർക്ക് വേണമെങ്കിൽ ഈ ക്യാവിറ്റിയുടെ അകത്ത് കയറി ഇരിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഇപ്പോൾ ഞാൻ പറയുകയാണ് 3 ക്വിനോൾസ് ചേർന്നിട്ട് ഒരു ക്യാവിറ്റി ഫോം ചെയ്തു. ആ ക്യാവിറ്റിയിൽ ഞാൻ ക്രിപ്റ്റണിനെ എടുത്തു വെച്ചു. ഇത് എന്താണ്? ഒരു ക്ലാത്രേറ്റ് കോമ്പൗണ്ടിന് എക്സാമ്പിൾ ആണ്. ഇവര് ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ദീസ് ക്രിസ്റ്റൽസ് ആർ ക്വൈറ്റ് സ്റ്റേബിൾ. പക്ഷേ ഇവരെ നമ്മൾ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ നോബിൾ ഗ്യാസസ് ഇതിനകത്തുനിന്ന് അങ്ങ് എസ്കേപ്പ് ചെയ്ത് പോകും. എസ്കേപ്പ് ചെയ്ത് പോകും. പക്ഷെ നോക്കിക്കേ, നമ്മുടെ അടുത്ത് ക്ലാത്രേറ്റ് എന്താണെന്നോ അതിന് എക്സാമ്പിൾസോ ഒന്നുമല്ല ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഹീലിയം ഡസ് നോട്ട് ഫോം ക്വിനോൾ ക്ലാത്രേറ്റ്. ഹീലിയം ക്വിനോൾ ക്ലാത്രേറ്റ് ഫോം ചെയ്യുന്നില്ല. അതിന് റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും റീസൺ? ഇവരിവിടെ കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. ഹീലിയം ഈസ് ടു ലാർജ് ടു ഫിറ്റ് ഇൻ ക്വിനോൾ. ഹീലിയത്തിന്റെ സൈസ് കൂടുതലായതുകൊണ്ട് ഫിറ്റ് ചെയ്തിരിക്കില്ല, ആ ക്യാവിറ്റിയിൽ ഫിറ്റ് ചെയ്യില്ല. ഇനി ഹീലിയം ഈസ് ടു സ്മോൾ ടു ഫിറ്റ് ഇൻ ക്വിനോള്. ഹീലിയം റിയാക്ട്സ് വിത്ത് ക്വിനോള്. ഹീലിയം ഡസ് നോട്ട് റിയാക്ട് വിത്ത് ക്വിനോള്. അപ്പോൾ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തായിരിക്കും ഇവിടെ? നിങ്ങൾ ഈ 2 ഓപ്ഷൻ എല്ലാം നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവും. കാര്യം എന്താണ്? ഇവിടെ ഈ ക്യാവിറ്റിയിൽ ഇരിക്കുന്ന ഗ്യാസസ് ഈ ക്രിസ്റ്റലുമായിട്ടൊന്നും റിയാക്ട് ചെയ്യുന്നില്ല. അവർ ജസ്റ്റ് ആ ക്യാവിറ്റിയിൽ ഇരിക്കുന്നു എന്നേ ഉള്ളൂ അല്ലെ? അപ്പൊ അവിടെ റിയാക്ഷനുമായിട്ട് അവരുടെ ബന്ധമൊന്നുമില്ല. ഇനി നോക്കിക്കേ, വലുതായതുകൊണ്ടായിരിക്കോ ചെറുതായതുകൊണ്ടായിരിക്കോ ഫിറ്റ് ആവാത്തത്? ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ആർഗൺ, ക്രിപ്റ്റൻ, സെനോൺ നമുക്കറിയാം. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ, സെനോൺ അങ്ങനെയല്ലേ വരുന്നത്? അങ്ങനെയാണല്ലോ. ഒരു ഗ്രൂപ്പിൽ അവരിങ്ങനെയല്ലേ ഇരിക്കുന്നത്. താഴേക്ക് വരുന്തോറും ഇവരുടെ സൈസിന് എന്താ സംഭവിക്കുക? സൈസ് കൂടുകയല്ലേ ചെയ്യുക. താഴേക്ക് വരുന്തോറും സൈസ് കൂടുതലാണ് അല്ലെ? അപ്പൊ ഏറ്റവും ചെറിയ ആളാണ് ഹീലിയം. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഈ ക്വിനോളിനകത്ത് ആർഗണും, ക്രിപ്റ്റണും, സെനോണും ഇരിക്കാൻ പറ്റും. സൈസ് കൂടുതലുള്ള ആൾക്കാരാ. അപ്പൊ പിന്നെ ഹീലിയത്തിന് സൈസ് കൂടുതലായതുകൊണ്ടാണ് ഇതിലിരിക്കാൻ പറ്റാത്തത് എന്ന് നമുക്ക് പറയാൻ പറ്റൂ?
ഇല്ല. അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഹീലിയം ഈസ് ടു സ്മോൾ ടു ഫിറ്റ് ഇൻ ക്വിനോൾ. ക്വിനോൾ ഫോം ചെയ്യുന്ന ഈ 4 ആംസ്ട്രോങ് ഡയമീറ്റർ ഉള്ള ക്യാവിറ്റിയിൽ ഇരിക്കാൻ വേണ്ടിയുള്ള സൈസ് ആർക്കില്ല? ഹീലിയത്തിനില്ല. ഹീലിയം ഒരു കുഞ്ഞ് ആറ്റം ആണ് അല്ലേ? നമ്മുടെ ഈ ആർഗൺ ക്രിപ്റ്റൺ ഒക്കെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഹീലിയം ചെറുതല്ലേ? അപ്പൊ ചെറുതായതുകൊണ്ടാണ് അതിന് ഈ ക്യാവിറ്റിയിൽ ഇരിക്കാൻ പറ്റാത്തത്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഹീലിയം ഈസ് ടു സ്മോൾ ടു ഫിറ്റ് ഇൻ ക്വിനോൾ എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് സ്ലൈഡിൽ അതിന്റെ റീസൺ ഞാൻ കൊടുത്തിട്ടുണ്ട്. ദ സ്മോളർ നോബിൾ ഗ്യാസസ് ഹീലിയം ആൻഡ് നിയോൺ. ഹീലിയത്തിനും നിയോണിനും എന്ത് ചെയ്യാൻ പറ്റില്ല? ക്ലാത്രേറ്റ് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യാൻ പറ്റില്ല. കാര്യം അവർ ഭയങ്കര ചെറുതാണ്. അവരുടെ ആറ്റംസ് ചെറുതായതുകൊണ്ട് ഈ ക്യാവിറ്റിയിൽ ഇരിക്കാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അങ്ങ് എസ്കേപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇനി ആർഗൺ ക്രിപ്റ്റൺ സെനോണിന്റെ കേസിൽ അവർക്ക് സ്യൂട്ടബിൾ സൈസ് ആണ്. ഈ ക്യാവിറ്റിയിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് ടൈറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. അവർക്ക് എസ്കേപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർക്ക് എന്ത് ഫോം ചെയ്യാൻ പറ്റുന്നത്? ക്ലാത്രേറ്റ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് ഹീലിയം ക്വിനോൾ ക്ലാത്രേറ്റ് ഫോം ചെയ്യാത്തതെന്ന്? ഹീലിയവും ഫോം ചെയ്യില്ല, ആരും ഫോം ചെയ്യില്ല. നിയോണിന്റെ ഇതേ കേസ് തന്നെ ചോദിച്ചാലും അതിന്റെയും ആൻസർ ഇത് തന്നെയാണ് വരുന്നത്. ഹീലിയം ആയിക്കോട്ടെ നിയോൺ ആയിക്കോട്ടെ അവരുടെ സൈസ് ചെറുതായതുകൊണ്ടാണ് അല്ലെ? ചെറുതായതുകൊണ്ട് അവർക്ക് ആ ഒരു ക്യാവിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് അവർ ക്ലാത്രേറ്റ് ഫോം ചെയ്യാത്തത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇത് നമ്മൾ +1 ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലേ ഇതിന്റെ ആൻസർ എന്താണെന്ന്. ഫജാൻസ് റൂൾ എന്താണെന്നും അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നും ഒക്കെ നമുക്കറിയാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ് ഇതിന്റെ ആൻസർ? ഇതിന്റെ ആൻസർ കണ്ട ഉടനെ നിങ്ങൾ എഴുതി കാണും എനിക്ക് ഉറപ്പാണ്. ഫജാൻസ് റൂൾ സമ്മറൈസ് ദ ഫാക്ടേഴ്സ് ഫേവറിങ്. എന്തിനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ഫജാൻസ് റൂൾ പറയുന്നത്. ഫജാൻസ് റൂൾ എന്താണ് ആക്ച്വലി? ഒരു അയോണിക് ബോണ്ടിന്റെ കോവാലന്റ് ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന റൂളാണ് ഫജാൻസ് റൂൾ. അതിനകത്ത് എന്തിനെയൊക്കെ കുറിച്ചാണ് പറയുന്നത്? ഒരു കാറ്റയോണിന്റെ പോളറൈസിംഗ് പവർ, ആനയോണിന്റെ പോളറൈസബിലിറ്റി, ഇതിലൊക്കെ വേരിയേഷൻസ് സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് അയോണിക് ബോണ്ടിന് കോവാലന്റ് ക്യാരക്ടർ വരുന്നത്, അല്ലെങ്കിൽ കോവാലന്റ് ക്യാരക്ടർ കൂടുവാണോ കുറയുവാണോ എന്നൊക്കെ പറയുന്നതാണ് ഫജാൻസ് റൂൾ അല്ലെ? ഓപ്ഷൻസ് നോക്കിക്കുക. അയണൈസേഷൻ എനർജി ആൻഡ് ബോണ്ടിങ് ആണോ വരിക? അല്ല. ഓപ്ഷൻ എ അല്ല. ഇലക്ട്രോൺ അഫിനിറ്റി ആൻഡ് ബോണ്ടിങ് ആണോ വരുന്നത്? അല്ല. അയണൈസേഷൻ എനർജിയെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് പറയുന്നത്? പോളറൈസേഷൻ ആൻഡ് കോവാലൻസി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ജസ്റ്റ് ഫജാൻസ് റൂൾ എന്താണെന്നൊന്ന് സമ്മറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഫസ്റ്റ് പേജ് ആൽഫ കോഡ് എ കിട്ടിയവരുടെ ഫസ്റ്റ് പേജ് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി കാണും. എല്ലാത്തിന്റെയും ആൻസർ നമുക്ക് അറിയാവുന്നത് തന്നെയായിരുന്നു അല്ലെ? അപ്പം 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ബോണ്ട് ഓർഡർ എന്താണെന്ന് നോക്കിക്കേ. ബോണ്ട് ഓർഡർ എന്താണെന്നൊക്കെ നമുക്കറിയാം. ഇവരുടെ ബോണ്ട് ഓർഡറിന്റെ ആ ഒരു ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? O2ന്റെ ചോദിച്ചിട്ടുണ്ട്, O2+ ചോദിച്ചിട്ടുണ്ട്, അതുപോലെ O2- N2 ഇവരുടെ ബോണ്ട് ഓർഡർ. അപ്പോൾ ഈ തന്നിരിക്കുന്ന മോളിക്യൂൾസിന്റെ ബോണ്ട് ഓർഡറിന്റെ ഓർഡർ ആണ് നമുക്ക് അറിയേണ്ടത് അല്ലെ? അപ്പോൾ ഇതിനകത്ത് നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇലക്ട്രോൺസിന്റെ എണ്ണം അറിയെങ്കിൽ നമുക്ക് ബോണ്ട് ഓർഡർ എഴുതാവുന്നതേ ഉള്ളൂ. ഓക്സിജന്റെ കയ്യിൽ 16 ഇലക്ട്രോൺ ആണ്. O2+ വരുമ്പോൾ 15 ഇലക്ട്രോൺ ആണ്. O2- ആണെങ്കിൽ 17 ഇലക്ട്രോൺ ആണ്. N2ന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ 14 ഇലക്ട്രോൺ ആണ് അല്ലെ? അപ്പൊ ഇവരുടെ ബോണ്ട് ഓർഡർ നമുക്കൊന്ന് നോക്കാം. ഓക്സിജന്റെ ബോണ്ട് ഓർഡർ 2 ആണെന്ന് നമുക്കറിയാം. നൈട്രജന്റെ ബോണ്ട് ഓർഡർ 3 ആണെന്ന് നമുക്കറിയാം. ഇനി O2ന്റെയും N2ന്റെയും ഇടയിൽ വരുന്ന ആളല്ലേ O2+ 15 ഇലക്ട്രോണുമായിട്ട്. അപ്പൊ അതിന്റെ ബോണ്ട് ഓർഡർ എന്തായിരിക്കും വരിക? 2നും 3ക്കും ഇടയിൽ 2.5 ആയിരിക്കും വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ O2- എന്തായിരിക്കും വരുന്നത്? O2- ബോണ്ട് ഓർഡർ 1.5 ആണല്ലേ വരിക. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ബോണ്ട് ഓർഡർ വരുന്നത് N2നല്ലേ? N2 കഴിഞ്ഞു കഴിഞ്ഞാൽ O2+ ആണ് വരുന്നത്. അത് കഴിഞ്ഞാൽ ഓക്സിജൻ ആണ്. അത് കഴിഞ്ഞാൽ O2-. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കൂടുതലും നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു കാണാൻ പറ്റിയത് അല്ലെ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ്? ഹൈഡ്രജൻ ബോണ്ടിങ് ബന്ധപ്പെട്ടിട്ടാണ് ഒരു 3 സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രജൻ ബോണ്ടിങ് കാരണമല്ലേ വാട്ടർ ലിക്വിഡ് ആയിട്ടിരിക്കുന്നത്.
നമ്മുടെ ഓക്സിജന്റെ അതേ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ് ഓക്സിജൻ, സൾഫർ, സെലിനിയം, ടെലൂറിയം. ഇത്രയും പേരുടെ ഹൈഡ്രൈഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ആകെ ലിക്വിഡ് ഫോമിൽ ഇരിക്കുന്നത് വാട്ടർ മാത്രമേ ഉള്ളൂ, അല്ലെ, H2O മാത്രമേ ഉള്ളൂ. അത് എന്തുകൊണ്ടാണ്? ഓക്സിജൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആയതുകൊണ്ടാണ് ഇവിടെ ലിക്വിഡ് ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ താഴോട്ടുള്ളവർക്കൊന്നും ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ അല്ല. ഇലക്ട്രോനെഗറ്റിവിറ്റി കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. സോ അതുകൊണ്ടാണ് അവർ ഗ്യാസസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെ. അപ്പോൾ വാട്ടർ ലിക്വിഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ കാര്യം ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പോൾ ഓപ്ഷൻ 1 ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ 1 ഉള്ളത് എവിടെയൊക്കെയാണ്? ഓപ്ഷൻ എയിലുണ്ട്, ഓപ്ഷൻ സിയിലുണ്ട്, ഓപ്ഷൻ ഡിയിലും ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി അല്ലാതെ മനസ്സിലായി. ഇനി ഡെൻസിറ്റി ഓഫ് ഐസ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. ആണോ? വാട്ടറിനേക്കാളും കൂടുതൽ ഐസിനാണോ ഡെൻസിറ്റി വരുന്നത്? വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കല്ലേ ഐസ്, അപ്പോൾ ഡെൻസിറ്റി കുറവല്ലേ. ഡെൻസിറ്റി ലോവർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ എന്നായിരുന്നു വരേണ്ടത്, അല്ലെ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ വരില്ല. ഓപ്ഷൻ എയിൽ 2 വരുന്നുണ്ട്, അതുകൊണ്ട് എയും വരത്തില്ല. ഇനി ഇതാണ്ട് ഇവിടെ നോക്കിക്കേ, ഇവിടെയും 2 വരുന്നുണ്ട്, അതുകൊണ്ട് ഓപ്ഷൻ ഡി വരില്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സിയിൽ പറയുന്നുണ്ട്, ഓപ്ഷൻ സി കാണുമ്പോഴേ നമുക്കറിയാം ഫസ്റ്റ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണ്. ഓർത്തോ നൈട്രോഫീനോൾ മോർ വോളറ്റൈൽ. ഓർത്തോ നൈട്രോഫീനോൾ എന്ന് വെച്ചാൽ ആരാണ് ആള്? ഓർത്തോ നൈട്രോഫീനോളിനെ നമുക്കറിയാം OH വരുന്നു, ഇവിടെ NO2 വരുന്നുണ്ട്. ഇവിടെ ഉള്ള ഓക്സിജനും ഈ ഹൈഡ്രജനുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ്, അല്ലെ, ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്നത് കൊണ്ട് എന്താണ് ഇതിന് ബോയിലിംഗ് പോയിന്റ് കുറവല്ലേ. ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്നതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് കുറവാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മോർ വോളറ്റൈൽ ആണെന്ന് നമ്മൾ പറയാം, ആണല്ലോ. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ്? സോളിഡ് സ്റ്റേറ്റിനകത്ത് നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഡിഫക്റ്റുകളെ കുറിച്ചിട്ട്. എന്താണ് എഫ് സെന്റേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ്? എഫ് സെന്റേഴ്സ് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഷോർട്ട് കീ ഡിഫക്റ്റിലാണോ? അല്ല, ഷോർട്ട് കീ ഡിഫക്റ്റിലല്ല. ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ് ഫ്രം ദ ലാറ്റിസ് സൈഡ്, അല്ലെ. അതിനകത്ത് എഫ് സെന്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ല. ഇനി ഫ്രങ്കൽ ഡിഫക്റ്റ് ആണോ? ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? സ്മോളസ്റ്റ് അയോൺ അതിന്റെ ലാറ്റിസ് സൈറ്റിൽ നിന്ന് മാറി ഒരു ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് പോയിരിക്കുന്നു, അല്ലെ. മിക്കപ്പോഴും കാറ്റയോൺ ആയിരിക്കും ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നത്. അവിടെ ഇലക്ട്രോൺ വന്നിരുന്ന എഫ് സെന്റേഴ്സ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ഇനി അടുത്ത ഓപ്ഷൻ നോക്കിക്കേ, മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റിലാണ് എന്തുണ്ടാവുന്നത്? എഫ് സെന്റേഴ്സ് ഫോം ചെയ്യുന്നത്, അല്ലെ. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്തൊക്കെ കാരണം ഉണ്ടാകാം? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് 2 റീസൺസ് കൊണ്ടാണ്. ഡ്യൂ ടു എക്സസ് ഓഫ് മെറ്റൽ കാറ്റയോൺ, അതായത് മെറ്റൽ ആണല്ലോ കാറ്റയോൺ ഫോം ചെയ്യുക. അപ്പൊ മെറ്റൽ കാറ്റയോൺ എക്സസ് ആയിട്ടുള്ളത് കൊണ്ട് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഡ്യൂ ടു ആനയോൺ വേക്കൻസി കാരണവും ഉണ്ടാകാം, അല്ലെ. അപ്പൊ ഈ ആനയോൺ വേക്കൻസിയിലാണ് ആര് വന്നിരിക്കുന്നത്? ഇലക്ട്രോൺസ് ട്രാപ്പ് ചെയ്യപ്പെട്ടിട്ട് എന്ത് ഫോം ചെയ്യുന്നത്? എഫ് സെന്റേഴ്സ് ഫോം ചെയ്യുന്നത് നമുക്കറിയാം. അത് കാരണം കളറൊക്കെ ഉണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ. LiClനും അതുപോലെ KClനും NaClനും ഒക്കെ കളർ വരുന്നത് ഈ എഫ് സെന്റേഴ്സ് കാരണമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എഫ് സെന്റേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, കോർഡിനേഷനകത്ത് ലിഗാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. ഇത് തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന്. EDTA ഈസ് എ ബൈഡെൻഡേറ്റ് ലിഗാൻഡ്. EDTA എന്താണ്? എത്തിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റിക് ആസിഡ് ആണ്, അല്ലെ. അതിനകത്ത് അത് എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്, അല്ലെ. ബൈഡെൻഡേറ്റ് അല്ലല്ലോ, ഹെക്സാഡെൻഡേറ്റ് അല്ലേ. എത്തിലീൻ ഡൈഅമീൻ ഈസ് എ മോണോഡെൻഡേറ്റ് ലിഗാൻഡ്. എത്തിലീൻ ഡൈഅമീൻ എന്ന് വെച്ചാൽ ആരാണ്? ഇതാണ് എത്തിലീൻ ഡൈഅമീൻ. എത്തിലീൻ ഡൈഅമീനില് 2 നൈട്രജൻ അല്ലേ ഡോണേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പൊ ഇതൊരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് അല്ലേ, മോണോഡെൻഡേറ്റ് ലിഗാൻഡ് അല്ലല്ലോ. അപ്പോ ഇതിനെ നമുക്ക് ഓപ്ഷൻ ബിയും തെറ്റാണ്, ഓപ്ഷൻ എയും തെറ്റാണ്. നോക്കിക്കേ, EDTA ഈസ് എ ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ്. അതെ, നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ സി ആണ്. ഓക്സലേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സലേറ്റ് ഇതാണ് ആള്, CO- ആണ്. ഇതും ഒരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്, അല്ലെ. ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്, മോണോഡെൻഡേറ്റ് ലിഗാൻഡ് അല്ല. ഓപ്ഷൻ ഡി അല്ല. എത്തിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റിക് ആസിഡ് EDTA. ഇതിൽ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാൻ സാധ്യത, എത്ര നൈട്രജൻ ഡോണർ ആറ്റംസ് ഉണ്ട്, എത്ര ഓക്സിജൻ ഡോണേഴ്സ് ഉണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതിനകത്ത് 2 നൈട്രജനും 4 ഓക്സിജനും ആണ് ഡോണേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്.
ഇതിന്റെ സ്ട്രക്ചർ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. സോറി, ഇവിടെ എച്ച് ഇല്ല, ഇതിനകത്ത് CO മൈനസ് CO മൈനസ്. അപ്പൊ ഈ 4 ഓക്സിജനും ഈ 4